നമുക്ക് ബൺ മസ്ക് ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇറാനി ചായ ഉണ്ടാക്കാം. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു 3 ഗ്രാമ്പ് 3 ഏലയ്ക്ക കറുവപ്പട്ട ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണേ. എൻ്റെ ഇല്ല, ഞങ്ങൾ കടുപ്പം കുറച്ച് കുടിക്കുന്നതിന് കുറച്ചായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കടുപ്പം വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിടാം. അപ്പം 3 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറെ പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ്. നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബൺ മസ്കയുടെ പരിപാടി തുടങ്ങാം. ആദ്യം നമുക്കൊരു ബട്ടർ എടുക്കാം. എടുത്ത ബട്ടർ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യില്ല, അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഏകദേശം പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ക്രീം തേക്കേണ്ട ബണ്ണ് നമുക്ക് എടുക്കാം. നമ്മളത് നടുക്കിൽ നിന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേക്കാം. അപ്പോൾ നമ്മൾ ബണ്ണിൻ്റെ നടുക്കായിട്ട് ക്രീം തേച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ബണ്ണ് അടച്ചിട്ട് നമ്മൾ സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ബണ്ണും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ബണ്ണിൻ്റെ സൈഡിൽ നമ്മൾ ക്രീം തേച്ചിട്ടുണ്ട്, ഉള്ളിൽ നമ്മൾ ക്രീം തേച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച് പാൽ ഒരു ഗ്ലാസ്സിനകത്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുക്കറി വെച്ച് തിളപ്പിച്ച് കാപ്പി എടുത്ത് ഇതിനകത്ത് ഒഴിക്കുക. കടുപ്പം വേണ്ടവർക്ക് കൂട്ടിയിടാൻ കേട്ടോ, തേയില ഞാൻ കുറച്ചിട്ടുകൊണ്ടാണ്. ഇനി ഒരു ബണ്ണെടുക്കുക, ചായയിൽ മുക്കുക, കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും